എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്ലേറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. ചുരിദാർ കട്ട് നൈറ്റി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ പ്ലേറ്റഡ് നൈറ്റിയുടെ കട്ടിങ്. പക്ഷേ തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് വിഡ്ത്ത് വൈസിൽ ഇങ്ങനെ മടക്കിയിടുക രണ്ടായിട്ട്. അതിനുശേഷം ലെങ്ത് വൈസിൽ മടക്കുക. അപ്പോൾ മൊത്തം 4 പീസായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ആദ്യം ഷോൾഡർ ഒരു 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴെ കുറച്ച് താത്തി ഒരു പ്രാവശ്യം കൂടി ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമുക്ക് ആം ഹോൾ കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആം ഹോൾ ഇവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണ് ആം ഹോളിനും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ് ഇടുന്ന ആ ഭാഗത്ത് നമുക്ക് ഇച്ചിരി കെയറുമായിട്ട് വരാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് ഇവിടെ 40 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 40ൻ്റെ 4/1 പറയുമ്പോൾ 10 ഇഞ്ച് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 10 ഇഞ്ച് അടയാളപ്പെടുത്തി അത് അങ്ങ് നീട്ടി വരച്ച് കൊടുത്ത അവിടം വരെ. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്കൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. 10 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും എല്ലാം കൂടെ അവിടെ കൊടുക്കുക. അപ്പോൾ 11 ഇഞ്ച് വരും. അവിടെ നിന്ന് നമ്മൾ അങ്ങേയറ്റം വരെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആം ഹോളിൽ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് നമ്മൾ താഴെ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അതായത് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഒരു 11 ഇഞ്ച് അടയാളപ്പെടുത്തി അങ്ങോട്ടേക്ക് കർവ്ഡായിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ നെക്ക് വിഡ്ത്താണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.25 കൊടുക്കുന്നത്. താഴേക്ക് നമ്മളൊരു 2.25 അവിടെ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ട് താഴേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുക. ഇതൊരു സ്ക്വയർ ബോക്സ് ആയിട്ടിങ്ങനെ എടുത്തിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ ബാക്കിൽ ലെങ്താണ് കൊടുക്കുന്നത്. ഒരു 3.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മളതിൻ്റെ നെക്കിന് ഒരു ഷേപ്പ് കൊടുക്കുക. ഒരു കർവ്ഡ് ഷേപ്പ്, ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനായിട്ട് ആം ഹോളിൽ താത്തി വരച്ചിട്ട് നമ്മൾ ചെരിച്ചൊരു ലൈൻ കൊടുക്കുക. ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്ന അവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ലൈനും താഴെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 11 ഇഞ്ച് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തിയില്ലായിരുന്നു, അതും തമ്മിൽ ചേർത്തൊരു ലൈൻ വരയ്ക്കുക.
അതിനുശേഷം അതൊരു കുറച്ചൊരു കർവ്ഡായിട്ട് ചെറുതായിട്ടൊരു കർവ്ഡ് ആക്കി കൊടുക്കുക, കർവ് ലൈനാക്കി കൊടുക്കുക. നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ, ബോഡി പാർട്ട് കുറച്ച് കർവായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, അപ്പം ഇതും കൂടെ ഇച്ചിരി കർവായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മാച്ച് ചെയ്ത് വരത്തുള്ളൂ. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് താത്തി അടയാളപ്പെടുത്തി ഇവിടുന്നൊരു 2.5 ഇഞ്ചും ലെഫ്റ്റിലോട്ട് 2.5 ഇഞ്ച് മാറ്റി കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ബാലൻസ് നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്കും കൂടെ നമുക്ക് ആം ഹോളിൻ്റെ ബാലൻസ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം ഹോൾ എത്രയാണോ വേണ്ടത് അതവിടെ കിട്ടിക്കോളും. അപ്പോൾ ഓരോരുത്തരുടെ ചെസ്റ്റ് സൈസിനനുസരിച്ച് നമ്മളതവിടെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 40 സൈസാണെങ്കിൽ ഞാൻ 40 ഇഞ്ചിൻ്റെ ഇല്ലേ, അപ്പോൾ 2.5 ഇഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കർവ് ഷേപ്പ് അവിടെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബോഡി പാർട്ടിലെ ആം ഹോളിൻ്റെ ബാലൻസ് ഭാഗം അവിടേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് ഒരു 7 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. അത് പിന്നെ ഒരു 1 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 8 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആം ഹോൾ വിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് ആം ഹോൾ വിട്ട് നോക്കിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്കൊരു 3.5 ഇഞ്ച് താത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 8 ഇഞ്ചും അടയാളപ്പെടുത്തിയില്ല, അതും ഈ 3.5 ഇഞ്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക, ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി വരെ മുകൾ ഭാഗം കുറച്ച് കർവാക്കിയിട്ട് ബാക്കി താഴത്തേക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്കത് അതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. 1 ഇഞ്ചും കൂടെ കൂട്ടി 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു നോച്ച് കൊടുക്കാം. ഇത് സെൻറ്ററാന്ന് അറിയാൻ വേണ്ടിയാണ്, സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ സ്കേർട്ടിൻ്റെ ഈ സെൻറ്റർ പോർഷനും അവിടെ ഒരു നോച്ച് കൊടുക്കുക. ഇനി നമ്മളതിൻ്റെ ലെങ്ത്, ഇത് ഞാൻ ഫുൾ ലെങ്ത് നൈറ്റി ബിറ്റിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അത് ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പക്ഷേ അതെനിക്ക് വീഡിയോ മിസ്സായിപ്പോയേ, അത് കിട്ടിയില്ല. ഇനി നമ്മൾ ബോഡി പാർട്ടിലെ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് സ്ലോപ്പും കൂടെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പീസ്, ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമ്മളതിൻ്റെ അടിയിലൊരു ലൈനിങ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് അതിന് മാച്ച് ചെയ്യുന്ന ഒരു തുണിയിൽ അത് തന്നെ വെച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. കഴുത്ത് നമ്മൾ ആ പീസിൻ്റെ കഴുത്ത് നമ്മൾ വെട്ടുന്നില്ല, അത് നമുക്ക് തയ്ച്ചെടുക്കാനുള്ള എളുപ്പത്തിന് നമ്മളങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കഴുത്തിൽ നെക്കിൽ റൗണ്ടായിട്ടൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ഇച്ചിരി ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വയ്ക്കാമെന്ന് ഓർത്താണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം നെക്ക് അടയാളപ്പെടുത്തി എടുക്കുക, കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര വിട്ട് വേണമെന്നുള്ളത് ഒരു 4 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 4 ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് അത് നമ്മൾ 4 ഇഞ്ച് കഴുത്തിൽ നിന്ന് 4 ഇഞ്ച് വീതം ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുക. ഇനി അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു റൗണ്ടാക്കി ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ കഴുത്തും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നെക്ക് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടി ഒരു പീസും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി നമ്മൾ ബാക്ക് നെക്കിൽ കൊടുക്കാൻ വേണ്ടി ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസസാണ്, അത് ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ അടിച്ചിട്ട് അകത്തേക്ക് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അകത്തേക്ക് മടക്കി വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെട്ടിയെടുത്ത പീസസുകൾ. ഇനി നമുക്കിത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ, സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.